ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഉഗാണ്ടയില് ഒരു പൊതിച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങളെയും കൂടെ കാണിക്കാം. നമുക്കാണെങ്കിലും നാട്ടിലാണെങ്കിൽ റെസ്റ്റോറന്റുകളിലൊക്കെ പൊതിച്ചോറ് ചട്ടിച്ചോറൊക്കെ കിട്ടും. പക്ഷെ ഇങ്ങനെ ഇവിടെ കിട്ടും എങ്കിലും നമ്മൾ കുറച്ച് ദൂരെ പോകണം റെസ്റ്റോറന്റിലൊക്കെ പോകണമെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിൽ പൊതിച്ചോറ് സെറ്റ് ചെയ്തു. അപ്പൊ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നെല്ലാം ഉള്ള കാഴ്ചയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഉഗാണ്ടയിലെ പൊതിച്ചോറ്. ചോറുണ്ട്, ഇവിടെ അച്ചാറുണ്ട്, വേറെ ഞങ്ങൾ കടയിൽ നിന്ന് വെച്ച അച്ചാറുണ്ട്, കോഴച്ചാമ്പരിക്ക് വട്ടിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചമ്മന്തി ഉണ്ട്, ഇവിടെ മുട്ട വറുത്തതുണ്ട്, മോരുണ്ട്, ക്യാബേജ് തോരനുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങും ഉണ്ട്. അപ്പൊ ഇച്ചാനുള്ള ഊണ് വിളമ്പുവാണേ. ചോറ് വിളമ്പി. ഇനി മോര് കറിയാണേ. മോര് കറി കുറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിഴങ്ങ് മെഴുക്ക് വരട്ടി, ക്യാബേജ് തോരൻ, കോവയ്ക്ക മെഴുക്ക് വരട്ടി വറുത്തത്, പുളിയിട്ട തേങ്ങാ ചമ്മന്തി, ഒരു ഓംലെറ്റ്, മുട്ട പൊരിച്ചത്, നമ്മളിട്ട നാരങ്ങ പിക്കിള്. നമ്മൾ ഇന്നലെ ഇട്ടതാട്ടോ നാരങ്ങയുടെ പിക്കിള്. ഓക്കെ, പൊതിച്ചോറ് നമ്മൾ കെട്ടുവാണേ. എനിക്ക് നന്നായിട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്. എങ്കിലും ശ്രമിക്കാം. പൊതി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊതിച്ചോറ് അഴിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് ഉച്ചയ്ക്ക്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല, എങ്കിലും നോക്കാം. പൊതിച്ചോറില് മുട്ട വറുത്തത്, കോവയ്ക്ക കറി, കോവയ്ക്ക കിഴങ്ങ്, തേങ്ങാ ചമ്മന്തി, മീൻ വറുത്തത്, നാരങ്ങ അച്ചാറ്, ചമ്മന്തി വറുപ്പ, പിന്നെ മോര്. വാവ്, ഗ്രേറ്റ് 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 ഗ്രേറ്റ്. ആശ്രമം നല്ലോണം പണിയെടുത്തു കേട്ടോ. നല്ല ഫുൾ പണിയെടുത്ത് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. നൊസ്റ്റാൾജിയ വരും കേട്ടോ ഇത് കഴിക്കുമ്പോൾ. പൊതിച്ചോറുകൊണ്ട് കോളേജിൽ പോകുന്നതും തമ്മിൽ പങ്കിട്ട് കഴിക്കുന്നതൊക്കെ ആ ഒരു ഫീലിംഗ് കേട്ടോ. ഞാനും കൂടെ പൊതിച്ചോറൊന്നുണ്ട് നോക്കുക കേട്ടോ. ഞാനുണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയണം അല്ലേ. പറഞ്ഞല്ലേ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. സൂപ്പർ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.